വചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 34-ാം സങ്കീർത്തനം 9-ാം തിരുവാക്യം. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ പരിപാലന നമ്മോട് പങ്കുവയ്ക്കുകയാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനം തരുന്ന വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. 2017 ഈ വർഷത്തിൽ എന്തൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം നമ്മൾ കർത്താവിനോട് പറയുകയാണ്. അതൊന്നും പാഴായി പോകാൻ സ്വർഗം അനുവദിക്കില്ല. പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളുടെ രാജാവേ, ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെ കൃപയുടെ സൗഖ്യത്തിന്റെ വർഷമായി മാറുവാൻ കരമുയർത്തി ഞങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞു പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്നോളം കർത്താവ് നൽകിയ സകല നന്മകളെ ഓർത്ത്, നമ്മളെ കരം പിടിച്ച് നയിച്ച പരിപാലനയെ ഓർത്ത്, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ എല്ലാം മറന്ന് പാടി ആരാധിക്കുന്നു. 10,000-ങ്ങളെ സ്വർഗം അനുഗ്രഹിക്കുന്ന സമയം, ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനത്തിൽ ഇങ്ങനെ ഒരു കുടുംബമായി വന്ന് പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ കൃപ തന്ന കർത്താവിനെ സ്നേഹത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. താങ്ക് യു ജീസസ്. എല്ലാവരും കരം പിടിച്ച്. എത്ര സ്തുതിച്ചാലും മതി വരില്ല, എത്ര വർദ്ധിച്ചാലും കൊതി തീരില്ല. അതൊന്ന് അനുഭവിച്ച് പാടി ആരാധിച്ച്. കൊതി തീരില്ല. സ്വന്തം ജീവൻ തന്നെ വീണ്ടെടുത്തവൻ, തന്റെ മകനായി എന്നെ ഏറ്റവൻ. എന്റെ യേശുവേ, ഈ പുതുവർഷത്തിൽ വിവിധങ്ങളെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. നന്ദി എന്നും ഉള്ളം തുള്ളിപ്പാടിടും, നിന്റെ നാമമെന്നും എന്റെ നാവ് ഘോഷിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ആനന്ദത്തോടെ യേശുവേ നിരക്ഷകൻ ആർത്തു പാടിയിടും ഞാൻ. യേശുവേ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ. ഒരു തീരുമാനത്തോടെ പാടിക്കേ. ഇന്നു മുതൽ ഞാൻ കർത്താവിന്റെ സാക്ഷിയായി, അവന്റെ സാന്നിധ്യമായി ഈ ലോകത്തിൽ ഞാൻ പ്രകാശിക്കും. ഈ തീരുമാനത്തോടെ കണ്ണുനീരിൽ നിന്നും എന്റെ കണ്ണുകളെ, വീഴ്ചയിൽ നിന്നും എന്റെ കാലുകളെ, പരസ്പരം മുഖത്തോടെ മുഖം നോക്കി പുഞ്ചിരിച്ച് സ്നേഹത്തോടെ പറഞ്ഞു പാടുകയെ. കാലുകളെ, മരണത്തിൽ നിന്നും എന്റെ പ്രാണനെ, സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. ഇത് ആയിരങ്ങളുടെ അനുഭവമാണ്. അത് അനുഭവിച്ചു പാടുകയെ. കരങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും,
നിന്റെ നാമം എന്നും എന്റെ നാവ് ഘോഷിക്കൂ. കർത്താവേ, ജീവിതകാലം മുഴുവൻ നിന്നെ സ്തുതിച്ച് ആരാധിക്കാൻ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. യേശുവേ നീ രക്ഷകൻ, ആർത്തുപാടിയിടും ഞാൻ. യേശുവേ നീ സാക്ഷിയായി ജീവിച്ചിടും ഞാൻ, ജീവിച്ചിടും ഞാൻ, ജീവിച്ചിടും എല്ലാവരും ജീവിച്ചിടും ഞാൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി 2017 ഈ വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി മാറുവാൻ ഹൃദയം തുറന്ന് നമ്മുടെ കർത്താവിൻ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, കരം നീട്ടണമേ. ഈ സ്തുതി ആരാധന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ മേൽ കരം ഉയർത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. നിങ്ങളുടെ തീരുമാനങ്ങളിൽ വിശ്വസതയോടെ മുന്നേറുവാൻ ഈശോയെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലേക്കും ഒരു അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങട്ടെ. ഓരോ കുടുംബത്തെയും കർത്താവെ കരം ഉയർത്തി അനുഗ്രഹിക്കണമേ. ഓരോ നിയോഗത്തെയും ആശീർവദിക്കണമേ. സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഒന്ന് കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ഭവനങ്ങളായി ഞങ്ങളുടെ ഭവനങ്ങൾ രൂപാന്തരപ്പെടട്ടെ. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ഇവിടുത്തെ മഹത്വത്തിന്റെ അത്ഭുതങ്ങളായി ഞങ്ങളെ പ്രകാശിക്കട്ടെ. താങ്ക് യു, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ വർഷത്തിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട സകല നന്മകളെയും അമ്മയുടെ വിമല ഹൃദയം വഴി ത്രിയേക ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതത്തിനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്കായി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഏറെ ആനന്ദമുള്ളവരാകാം. ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ നമ്മോട് കർത്താവ് സംസാരിക്കുന്ന സമയമാണിത്. നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അഗ്നി കത്തുവാൻ ഈ വചന ശുശ്രൂഷയിലൂടെ സ്വർഗം നമ്മെ സഹായിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വചനം നമ്മെ ഉയർത്തും. ദൈവത്തിൻ്റെ വചനം നമ്മെ ഉയർത്തുന്നു. ആരെല്ലാം വചനത്തെ സ്നേഹിക്കുന്നുവോ അവരെ വചനം ഉയർത്തും. സുഭാഷിത പുസ്തകങ്ങൾ 16-ാം അധ്യായം 20-ാം തിരുവചനം. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കൃഷ്ടം നേടും, കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. എന്താണ് ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? ദൈവവചനത്തെ ആദരിക്കുന്നവർ ഉത്കൃഷ്ടം നേടും, ഉയർച്ച പ്രാപിക്കും. നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തുന്നത് കർത്താവിന്റെ വചനത്തോടുള്ള സ്നേഹമാണ്. നമ്മൾ പലരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ ഉയർച്ച കിട്ടുന്നില്ല. ഇന്ന് അനേകരുടെ ഒരു തീരാ ദുഃഖമാണിത്. ഒരുപാട് അധ്വാനിക്കുന്നു, എന്നാൽ അതിനനുസരിച്ചുള്ള അഭിവൃദ്ധിയില്ല. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതം ഇത്തരത്തിൽ തകർന്നിരിക്കുന്നതാണോ?
ഈ പുതുവർഷത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിന്റെ വചനത്തെ നാം സ്നേഹിക്കുക. വചനത്തെ സ്നേഹിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ തിരുവാക്യം എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു വചനമാണിത്. ഞാൻ പലപ്പോഴും ധ്യാനിക്കുന്നൊരു വചനമാണ്. ഈ വർഷാരംഭത്തിൽ നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും ദൈവസ്നേഹത്തിൻ്റെയും സമൃദ്ധിയിൽ ഉയരുവാൻ കർത്താവ് ഈ വചനം അവകാശമായി നമുക്ക് തരികയാണ്. നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടുവാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. നീ എൻ്റെ വചനം കാത്തു. എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഫിലദൽഫിയ സഭയെ നോക്കി കർത്താവ് സംസാരിക്കുകയാണ്. നിന്റെ ഓരോ പ്രവൃത്തി ഞാൻ അറിയുന്നുണ്ട്. ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ലിറ്ററലി ഈ വചനം അഭിഷേകമായി മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ ഈ വചനത്തിന്റെ അഭിഷേകം സ്വന്തമാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ആരൊക്കെ വചനത്തെ സ്നേഹിക്കുന്നുവോ അവരെ തോൽപ്പിക്കുവാൻ, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു പിശാചിനും ഒരു മാനുഷിക ശക്തികൾക്കും സാധ്യമല്ല. വചനത്തെ സ്നേഹിക്കുന്നവരെ വചനമുയർത്തും. ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഞങ്ങൾ കൊല്ലത്ത് ഒരു 5 ദിവസത്തെ ധ്യാനത്തിന് വേണ്ടി പോവുകയാണ്. ആ ധ്യാനത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അവൻ്റെ അമ്മ അവനെ നിർബന്ധിച്ചാണ് അവൻ ഈ ധ്യാനം കൂടുവാൻ കടന്നു വന്നത്. ധ്യാനത്തിൽ 2 ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 3-ാം ദിവസം ആ ചെറുപ്പക്കാരൻ എൻ്റെ അരികിൽ ഓടി വന്ന് എന്നോട് പറഞ്ഞു, ബ്രദർ, കർത്താവിൻ്റെ വചനം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. ഞാൻ സൗദി അറേബ്യയിൽ ഇന്ന കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. ഞാൻ വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ നിർബന്ധം സഹിക്ക വയ്യാതെ ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. എനിക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എന്നാൽ ഇവിടെ പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം അതെൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി. അവൻ എൻ്റെ കൈക്ക് പിടിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത് എൻ്റെ വിശ്വാസത്തിനെതിരാണ്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? നീ എന്നെ ഈ പറയുന്നത്? സൗദി അറേബ്യയിൽ ഇത്രയും നല്ല കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നത് അതെന്താ വിശ്വാസത്തിനെതിരാണ് നീ പറയുന്നത്? അവൻ എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതെനിക്ക് മനസ്സിലായത്. വചനത്തോടുള്ള വലിയ സ്നേഹം ദൈവത്തിൻ്റെ ആത്മാവ് ആ ചെറുപ്പക്കാരന് പകർന്നു കൊടുത്തു. അവൻ പറഞ്ഞു, ഞാൻ ബിടെക് പാസ്സായിട്ടില്ല, 2 പേപ്പറിൽ തോറ്റിരിക്കുകയാണ്. എന്നാൽ എൻ്റെ അപ്പനും അമ്മയും ഞാനും ചേർന്ന് ലക്ഷങ്ങൾ മുടക്കി ബിടെക്കിൻ്റെ ഒരു കള്ള സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കി. ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ഞാൻ സൗദി അറേബ്യയിൽ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം എന്നെ ബോധ്യപ്പെടുത്തി ഇതെന്റെ വിശ്വാസത്തിനെതിരാണെന്ന്. അവൻ എന്നോട് പറഞ്ഞു, ജോലി നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞാൻ ആ സർട്ടിഫിക്കറ്റ് കീറിക്കളയാൻ പോവാ. ഞാൻ ആദ്യം ചിന്തിച്ചു, ഇവനൊരു ഇമോഷണലായി പെട്ടെന്ന് വചനം കേട്ടപ്പോൾ ഉണ്ടായ ഒരു വൈകാരികതയിൽ നിന്നാണ് ഇത് സംസാരിക്കുന്നത്. അല്പനേരം ഞങ്ങൾ സംസാരിച്ച ശേഷം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. കർത്താവിൻ്റെ വചനത്തോടുള്ള സ്നേഹത്തെ പ്രതി ആ ചെറുപ്പക്കാരൻ പറയാണ്, ജോലി നഷ്ടപ്പെട്ടാലും ഞാൻ വചനത്തെ ധിക്കരിക്കില്ല, ഞാൻ കർത്താവിൻ്റെ വചനത്തെ മാനിക്കും. അവൻ ധ്യാനം കഴിഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, മകനെ,
നീ എടുത്തിരിക്കുന്ന തീരുമാനം നല്ലതാണ്. എന്നാൽ വചനത്തെ സ്നേഹിക്കുമ്പോൾ നിനക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും. നീ ഒറ്റപ്പെടും. പലരും നിന്നെ പരിഹസിക്കും, നിന്നെ മാറ്റി നിർത്തും. അസ്വസ്ഥനാകേണ്ട, കർത്താവ് കൂടെയുണ്ട്. വചനത്തിന് വേണ്ടി ആരൊക്കെ നിലകൊള്ളുന്നുവോ അവർക്ക് വേണ്ടി കർത്താവ് നിലകൊള്ളും. നീ സന്തോഷത്തോടെ പോകാൻ പറഞ്ഞു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തി. അന്ന് വരെ കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് അവൻ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ആദ്യം കുടുംബ പ്രാർത്ഥനയ്ക്ക് അവൻ മുട്ടുകുത്തി. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം അവൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എനിക്ക് ചില ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. അവരുടെ മാതാപിതാക്കള് കണ്ണും കാതും കുറിപ്പിച്ചിരിക്കുക. തങ്ങളുടെ മകനിൽ വന്ന മാറ്റം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. ഞാൻ ചെയ്യുന്ന ജോലി അത് എൻ്റെ വിശ്വാസത്തിനെതിരാണ്, വചനത്തിനെതിരാണ്. അവൻ്റെ അമ്മ അവനോട് ചോദിച്ചു, മോനെ എന്താ നീ അങ്ങനെ പറയുന്നത്? അവൻ പറഞ്ഞു, അമ്മയ്ക്ക് അപ്പനെ അറിയാലോ, ഇത്രയും രൂപ മുടക്കിയിട്ട് ആണ് നമ്മൾ ആ കള്ള സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയത്. ഈ സർട്ടിഫിക്കറ്റിൽ ഞാൻ ജോലി ചെയ്യുന്നത് അത് കർത്താവിൻ്റെ വചനത്തിനെതിരാണ്. അവൻ പറഞ്ഞു, ജോലി പോയാലും വേണ്ടില്ല, ഞാൻ ആ സർട്ടിഫിക്കറ്റ് കീറിക്കളയാൻ പോവാണ്. അവൻ്റെ അമ്മ ചോദിച്ചു, മോനെ നീ എന്താ ഈ കാണിക്കുന്നത്? അമ്മ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ മാനസാന്തരം. ഇവരൊറ്റ ധ്യാനേ കൂടിയുള്ളൂ. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തെ തുറന്നു. വചനത്തിന്റെ പവർ അവനെ മനസ്സിലായി. ദൈവവചനത്തെ മാനിക്കുവാൻ അവൻ അവൻ്റെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചു. അവൻ വളരെ ധീരതയോടെ പറഞ്ഞു, ഈ കാര്യത്തിൽ അപ്പൻ്റെ അമ്മയുടെയും സമ്മതം എനിക്ക് വേണ്ട. അവൻ ആ സർട്ടിഫിക്കറ്റ് കീറിക്കളഞ്ഞു. അവൻ്റെ ജോലി അവന് നഷ്ടപ്പെട്ടു. പിന്നീട് 8 മാസം ജോലിയില്ലാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നാട്ടുകാരും വീട്ടുകാരും കൂടപ്പിറപ്പുകളും ഉറ്റവരും ഉടയവരൊക്കെ അവനെ നോക്കി വിളിച്ചേടാ പൊട്ട, നിന്നെ പോലൊരു മരമണ്ടൂസ് ഈ ലോകത്തിലുണ്ടാവില്ല. വചനം കേട്ടു എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നല്ല ജോലി കളയാൻ നിനക്ക് എങ്ങനെയാടാ കഴിഞ്ഞെന്ന് പറഞ്ഞ് അനേകർ അവനെ പരിഹസിച്ചു. പലരും അവനെ ഒരു ബുദ്ധൂസായി കണ്ടു. അവൻ പലപ്പോഴും സങ്കടത്തോടെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ വചനത്തെ പ്രതിയാണ് ഈ സഹനം ഏറ്റെടുത്തത്. കർത്താവ് പ്രവർത്തിക്കും. ഈ നാളുകളിൽ അവൻ പലപ്പോഴും ഷെക്കേന മിനിസ്ട്രീസിലേക്ക് വന്ന് മിനിസ്ട്രിയുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അവൻ വ്യാപൃതനായി, സന്തോഷത്തോടെ അവൻ വ്യാപൃതനായി. ഈ ദിനങ്ങളിൽ അവൻ തോറ്റുപോയ 2 പേപ്പർ എഴുതിയെടുക്കുകയാണ്. ഉന്നതമായ സ്വർഗീയ ജ്ഞാനം കൊടുത്ത് കർത്താവ് അവൻ അനുഗ്രഹിച്ചു. അത്ഭുതകരമായി ഈ 2 പേപ്പറും നല്ല രീതിയിൽ പാസ്സാകുവാൻ കർത്താവ് അവനെ സഹായിച്ചു. 8 മാസങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയുടെ മണ്ണിൽ തന്നെ ഒരു അമേരിക്കൻ കമ്പനിയിൽ അവൻ ആദ്യം കിട്ടിയിരുന്ന സാലറിയേക്കാൾ 3 ഇരട്ടി ശമ്പളത്തിൽ ഒരു പുതിയ ജോലി നൽകി കർത്താവ് ആ ചെറുപ്പക്കാരനെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് വലിയവനാണ്. ആരൊക്കെ വചനത്തെ മാനിക്കുന്നുവോ, ദൈവവചനത്തെ സ്നേഹിക്കുന്നുവോ അവരെ ഉയർത്തുന്ന വചനത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് തിരുവചനങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ചുമ്മൊരു കെട്ടുകഥ പറഞ്ഞ് നിങ്ങൾ ഇന്ന് കിളിപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ഈ അനുഭവം പറഞ്ഞത്. ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനം, ഈ വർഷം നമ്മൾ പാഴാക്കി കളയരുത്. ഇത് കൃപയുടെ വർഷമായി മാറണം, അഭിഷേകത്തിന്റെ വർഷമായി മാറണം. അത് സംഭവിക്കണമെങ്കിൽ നാം വചനത്തെ സ്നേഹിക്കണം, വചനത്തിന് വേണ്ടി നിലകൊള്ളണം. ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ, കുടുംബങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ, ക്രമപ്പെടുത്തുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. കഴിഞ്ഞ ആഴ്ചയിലെ വചന ശുശ്രൂഷയിൽ നമ്മൾ കണ്ടു തുറ ജോസഫ്. അവനെ നയിച്ചത് ലോകചിന്തകളല്ല, അവനെ നയിച്ചത് ലോകത്തിന്റെ മോഹങ്ങളുമല്ല, ദൈവത്തിന്റെ വചനമാണ് അവനെ നയിച്ചത്. പ്രതികൂലങ്ങളിലൂടെയും ചില പാപകരമായ സാഹചര്യങ്ങളുടെ മുൻപിലൊക്കെ അവൻ നിന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വചനം അവനെ ഭരിച്ചു. എന്താ സംഭവിച്ചത്? വചനം അവനെ ഉയർത്തി, വചനം അവനെ ഉയർത്തി. നമ്മൾ കണ്ടതാണത്. പ്രവാചകനായ സാമുവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 30-ാം തിരുവചനം.
എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നോക്കി ഇത് പറയാ, എന്നെ ആരൊക്കെ ആദരിക്കുന്നുവോ അവരെ ഞാനും ആദരിക്കും. അതാണ് സുഭാഷിതൻ 16:20 കണ്ടത്. ദൈവവചനത്തെ ആദരിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടങ്ങൾ ഉണ്ടാകും. ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക. 15-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വചനം കേട്ട് എൻ്റെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കാൻ തയ്യാറായി. വേണ്ടത്ര വിദ്യാഭ്യാസ ഡിഗ്രികളോ കുടുംബത്തിൻ്റെ മഹിമയോ മാനുഷികമായി പറഞ്ഞാൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തെ അല്പമായി സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയത്തുറവി പരിശുദ്ധാത്മാവ് നൽകി. വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും അവഗണനയുടെയും നാളുകളിലൊക്കെ പലപ്പോഴും എത്രയോ പ്രാവശ്യം ഈ വചനത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞ് പലപ്പോഴും അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് പോലുമുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യം ഇതെൻ്റെ മാത്രം അനുഭവമല്ല. എത്രയോ അഭിഷിക്തന്മാരെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ തീപന്തമായി ലോകം മുഴുവനിലേക്കും സുവിശേഷത്തിന്റെ അഗ്നിയായി കർത്താവ് പറഞ്ഞയക്കുന്ന അനേകം വന്യവൈദികരെ, വെറും സാധാരണക്കാരൻ, ലോകത്തിന് മുമ്പിൽ കഴിവുകളില്ലാത്തവരായിരുന്നു. എന്നാൽ അവർ വചനത്തെ സ്നേഹിച്ചപ്പോൾ വചനം അവരെ ഉയർത്തി. എത്രയോ ദൈവദാസന്മാർക്ക് ഈ അനുഭവം പങ്കുവെക്കാനുണ്ട്. കരുമാത്ര എന്ന് പറയുന്ന ഒരു കൊച്ചുഗ്രാമം, ഒരു കുഗ്രാമം, അവിടെയാ ജനിക്കാൻ കർത്താവ് എനിക്കിട തന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നു. വചനത്തോടുള്ള സ്നേഹം പയ്യെ ഹൃദയത്തിൽ ദൈവാത്മാവ് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് ഈ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അറിയാതെ ഹൃദയം നിറഞ്ഞു പോവുക. വർഷങ്ങൾ പുറകിലോട്ട് നോക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് കരം പിടിച്ച് നയിച്ചത്. എത്ര ഉന്നതമായ രീതിയിലാണ് പരിശുദ്ധാത്മാവ് പരിപാലിച്ചത്. അനേക രാജ്യങ്ങളിലേക്ക് കർത്താവിനെ ദൂതുമായി കടന്നു ചെല്ലുവാൻ ദൈവം ഇടവരുത്തി. എത്രയോ ദേശാന്തരങ്ങളിൽ കർത്താവിൻ്റെ വചനമായിട്ട് നിൽക്കുവാൻ അനേകം വ്യക്തികൾ സ്നേഹിക്കുന്നു. എന്തുമാത്രം സന്തോഷത്തോടെ അവർ കരുതുന്നത്. അനേകർ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ? ഈ വചന ശുശ്രൂഷയിലും 10,000 പങ്കെടുക്കുന്നുണ്ട്. പല ദേശങ്ങളിലേക്കും ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ പല അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ ഓടി വന്ന് കൈക്ക് പിടിച്ച് മോനെ മോനെ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട്. പലപ്പോഴും അറിയാതെ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ മാന്യതയും സ്നേഹമൊക്കെ ലഭിക്കുന്നത്? ഒരൊറ്റ കാര്യമാണ്, ദൈവവചനത്തെ ആദരിച്ചു, വചനത്തെ സ്നേഹിച്ചു. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, ആരൊക്കെ വചനത്തെ സ്നേഹിക്കുന്നുവോ അവരെ വചനം ഉയർത്തും. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീയ പുത്രനായ തിമോത്തിയോസിനെ നോക്കി പറയുന്നുണ്ട്. 2-ാം ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, അലയോ തിമോത്തിയോസേ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി രക്ഷ പ്രാപിക്കുവാൻ നിന്നെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വചനം. വചനം നമ്മെ ജ്ഞാനികളാക്കുന്നു. വചനം നമ്മെ ഉയർത്തുന്നു. വചനം നമ്മെ അനുഗ്രഹിക്കുന്നു. വചനം നമ്മെ സുഖപ്പെടുത്തുന്നു. വചനം നമ്മെ നയിക്കുന്നു. സകല പ്രതിബന്ധങ്ങളെയും അത് വെട്ടിമുറിക്കുന്നു. നമുക്ക് സുഗമമായ പാത ദൈവത്തിന് വചനം ഒരുക്കുകയാണ്. 2017 ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനങ്ങളിൽ ഈ മെസ്സേജ് കർത്താവ് നമുക്ക് തരുമ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ വലിയ സ്വപ്നങ്ങളുണ്ട് നമ്മെക്കുറിച്ച്. നമ്മളാരും അസ്വസ്ഥരാകരുത്. നമ്മുടെ മുൻപിലുള്ള ചില പ്രതിബന്ധങ്ങളെ കണ്ട്, വെല്ലുവിളികളെ കണ്ട് അസ്വസ്ഥരായി നമ്മൾ ആകുലചിത്തരാകരുത്. കർത്താവിന്റെ വാള് അത് അവിടുത്തെ വചനമാണ്. ആ വാള് സകല പ്രതിബന്ധങ്ങളെയും വെട്ടിമുറിച്ച് നമ്മൾ അത്ഭുതകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ മതിയായതാണ്. 119-ാം സങ്കീർത്തനം 165-ാമത്തെ വചനം ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആരെല്ലാം കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുന്നുവോ അവർക്ക് ഒരു പ്രതിബന്ധം ഉണ്ടാവുകയില്ല. ഒരു പ്രതിബന്ധം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം യാതൊരു അല്ലിലും അലച്ചിലുമില്ലാത്ത ജീവിതം എന്നല്ല എന്ന് പറയുന്നത്. പ്രതിബന്ധങ്ങൾ ഉണ്ടാകും.
ആ പ്രതിബന്ധങ്ങളെ അവർ വിശ്വസിക്കുന്ന വചനം വെട്ടിമുറിച്ച് അവർ അത്ഭുതകരമായി അതിന്റെ മധ്യേ മുന്നോട്ട് നയിക്കും. ഈ വചനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ച് കർത്താവ് നൽകുന്ന ജീവന്റെ സമൃദ്ധി നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ തലമുറകളും നമ്മുടെ കുഞ്ഞുങ്ങളും തൊഴിൽ മേഖലകളും ശുശ്രൂഷ മണ്ഡലങ്ങളെല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് കൈകൾ പരസ്പരം കോർത്ത് പിടിക്കുക. 2017 കർത്താവ് തരുന്ന സകല നന്മകളും സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴ ഇപ്പോൾ പെയ്തിറങ്ങാൻ പോവാണ്. പാപരോഗ ശാപ ബന്ധനത്തിന്റെ കെട്ടുകളെ കർത്താവ് പൊട്ടിച്ചു കളയാൻ പോവാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് ശക്തിയോടെ യേശുനാമം വിളിച്ച് സൂചിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ നിമിഷം നിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പുതുവർഷത്തിന്റെ ആരംഭ ദിനത്തിൽ അനുഗ്രഹത്തിന്റെ നദിയായി പരിശുദ്ധാത്മാവേ പതിനായിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. കൃപയുടെ നദിയായി, സൗഖ്യത്തിന്റെ നദിയായി, അഭിഷേകത്തിന്റെ നദിയായി, മഹത്വത്തിന്റെ നദിയായി, വിശുദ്ധിയുടെ നദിയായി, സ്വർഗത്തിന്റെ സകല നന്മകളുടെ നദിയായി ഓരോ കുടുംബത്തിലേക്കും ഓരോ വ്യക്തിയിലേക്കും പരിശുദ്ധാത്മാവേ നിറഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗത്തിന്റെ നന്മകൾ ലക്ഷങ്ങളിൽ നിറയപ്പെടട്ടെ. God bless, bless, bless Lord. ആമേൻ. കർത്താവ് നൽകിയ ഈ അനുഗ്രഹത്തിന് സമൃദ്ധി സ്വന്തമാക്കി ഈ 2017 കൃപയോടെ നമുക്ക് മുന്നേറാം. ഒന്നിനെ കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. വചനത്തെ നന്നായി സ്നേഹിക്കുക. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യത്തിൻ ബലിവേദിയിൽ നമ്മോട് കൂടെ വസിക്കാം. വചനം തന്നെയായ യേശു തന്നെ തന്നെ ശൂന്യനാക്കി ദിവ്യകാരുണ്യമായി നമ്മെ അനുഗ്രഹിക്കുവാനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. വചനം നമ്മെ ഉയർത്തും. ദൈവവചനത്തോടുള്ള സ്നേഹത്തിൽ വളരുവാൻ, വചന സംസ്കാരത്തിന്റെ ജീവിതങ്ങളായി നമ്മളെല്ലാം രൂപാന്തരപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന്റെ അത്ഭുത ശക്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം അനേക രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. വചനം അയച്ച് രോഗക്കെട്ടുകൾ ഈശോ പൊട്ടിക്കുന്നു. പാപബന്ധനങ്ങൾ ഈശോ തകർക്കുന്നു. പൈശാചിക അടിസ്ഥാനങ്ങളെ കർത്താവ് ഛിന്ന ഭിന്നമാക്കുന്നു. ചില ശാപക്കെട്ടുകളെ കർത്താവ് വചനം അയച്ച് മുറിച്ചു മാറ്റുകയാണ്. ദൈവവചനം തന്നെയായ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിനെ വിളിക്കേ. യേശുവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധന ആരാധന ആരാധന. ഞങ്ങളെ കുഞ്ഞുങ്ങളെ വചനത്തിന്റെ മക്കളാക്കണമേ. ഞങ്ങളെ കുടുംബങ്ങളെ വചനത്തിന്റെ കുടുംബങ്ങളാക്കണമേ. ഞങ്ങളെ തലമുറകളെ വചനത്തിന്റെ തലമുറകളാക്കണമേ. വചന സംസ്കാരത്തിൽ ഞങ്ങൾ വളർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം പഠിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ, വചനത്തിന്റെ സാക്ഷികളാകുവാൻ കർത്താവേ കരമുയർത്തി ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അനോയിന്റ് അനോയിന്റ് Anoint Lord. Hallelujah, hallelujah, hallelujah. നന്ദി കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങൾ അഭിഷേകം ചെയ്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കൊയ്ത്തിനു കാലമായി. ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ
രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വ